അല്ല, BJP ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അതിശക്തമായ സമരരംഗത്ത് ഇറങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സമരരംഗത്ത് മാത്രമല്ല, നിയമരംഗത്തേക്കും ഇറങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ നേരത്തെ വസന്ത് സൂചിപ്പിച്ച ഗവർണറുമായി ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് വിഷയങ്ങളും കൂടെ സൂചിപ്പിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അതും കൂടെ പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, ഈ വിഷയം അപ്പം സജി ചെറിയാൻ്റെ രാജിയുമായി ബന്ധപ്പെട്ട് അതിനുശേഷം അദ്ദേഹം രണ്ടാമത് മന്ത്രിയാക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ച സമയത്ത് ഗവർണർ എതിർത്തില്ല എന്നുള്ളതാണ് വസന്ത് പറയുന്ന ഒരു ഇത്. രണ്ടാമത്തെ വിഷയം, ഇപ്പോഴത്തെ വിഷയത്തിൽ ഗവർണർ ഇടപെട്ടില്ല എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷത്തിന് എന്താ ഇവിടെ ജോലി? എന്താ പ്രതിപക്ഷം ചെയ്യുന്നത്? ഇവിടെ VD സതീശനും കൂട്ടരും എന്താ ചെയ്യുന്നത്? ഇവിടെ രണ്ടാമത് സജി ചെറിയാനെ മന്ത്രിയാക്കിയപ്പോൾ അവിടെ പോയിരുന്ന് കൈയടിച്ചിട്ട് വന്ന ആൾക്കാരല്ലേ ഇവർ രണ്ടാമത് അവിടെ പോയിരുന്ന് കൈയടിച്ചിട്ട് വന്ന ആൾക്കാരാണ്. ഇവരാണ് വന്നിരുന്നിട്ട് പറയുന്നത് ഗവർണർ ഇടപെട്ടില്ലെന്ന്. ഗവർണർക്ക് നിങ്ങളൊരു പരാതി കൊടുക്കാത്ത, പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ നിങ്ങളൊരു പരാതി കൊടുക്കാത്തെന്താ ഗവർണർക്ക്? ഇത് ഇല്ലീഗലായിട്ടാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത്, ഇത് നിയമപരമായി ശരിയല്ല, അല്ലെങ്കിൽ ഇത് ധാർമ്മികമായി ശരിയല്ല എന്നുള്ള രീതിയിൽ ഒരു പരാതി കൊടുക്കാത്തെന്താ? ഇതൊന്നും ചെയ്യാതെ ഇതെന്തെങ്കിലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇത് പ്രതിപക്ഷത്തിനും കൂടെ ബാധകമായിട്ടുള്ള വിധിയാണ്. പ്രതിപക്ഷം കൂടെ കൂട്ടുനിന്നിരിക്കുകയാണ്. ഇദ്ദേഹത്തെ വീണ്ടും മന്ത്രിയാക്കാൻ വേണ്ടി പ്രതിപക്ഷം കൂടെ കൂട്ടി. ഒരു അക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ പിണറായി വിജയന്റെ മുമ്പിൽ പോയി കൂമ്പിട്ട് നിൽക്കുന്ന VD സതീശനെ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ രീതിയിൽ കുമ്പിട്ട് നിൽക്കുന്ന VD സതീശനാണ്, VD സതീശന്റെ ആൾക്കാരാണ് വന്നിരുന്ന് പറയുന്നത് ഗവർണർ പ്രതികരിച്ചില്ല എന്ന്. ഗവർണർ സർക്കാർ പ്രതികരിച്ചില്ല എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ പറയുന്നത്. ഗവർണർക്ക് പ്രതികരിക്കാൻ നിയമപരമായിട്ട് ഇതിനകത്തൊന്നുമില്ല. നിയമവിദഗ്ധനും മാധ്യമ പ്രവർത്തകരൊക്കെ അത് വിശദീകരിച്ചതാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് UDFും കൂടെ ഇതിൽ ഭാഗമാണ്. ഈ സജി ചെറിയാനെ മന്ത്രിയാക്കിയതിൽ ഒരു ഭാഗം. കാരണം അവരും കൂടെ സംരക്ഷണം കൊടുത്തത് കൊണ്ടാണല്ലോ ഈ മുഖ്യമന്ത്രിക്ക് ഇത്ര നിസ്സാരമായിട്ട് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. ആ മന്ത്രിസഭ രൂപയിൽ കൊണ്ടുവരുന്ന സമയത്ത് ഇവരാരും ഒരക്ഷരം മിണ്ടിയില്ലല്ലോ, ഇവരാരും ഒന്നും പറഞ്ഞില്ലല്ലോ. ആ മന്ത്രിയാക്കിയ സത്യപ്രതിജ്ഞ ചടങ്ങിൽ UDFിൻ്റെ നേതാക്കന്മാർ ഉൾപ്പെടെ പോയിരുന്ന് കൈയടിച്ചിട്ട് വന്നതല്ലേ. എന്നിട്ട് ഇപ്പോൾ വലിയ ന്യായം പറയുകയാണ്. ഇതാണ് രാഷ്ട്രീയമായി എനിക്ക് UDFിനോട് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സജി ചെറിയാൻ രാജിവെക്കില്ല എന്നുള്ള കാര്യം CPMന്റെ നിലപാടാണ്. CPM അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഈ ഇപ്പം നേരത്തെ BJPയുടെ V മുരളീധരൻ ജി പറഞ്ഞതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. പോലീസ് അന്വേഷണം മൊത്തത്തിലെടുത്ത് ചവിട്ടിക്കുട്ടയെ കളഞ്ഞു കോടതി. അപ്പോൾ കേസിൻ്റെ ആദ്യ ഘട്ടം മുതൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ധാർമ്മികമായി അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രാഥമികമായി. പിന്നെ കേസ് അന്വേഷിക്കുക. അദ്ദേഹം ഉൾപ്പെടുന്ന ഒരു ഭരണ സംവിധാനം ആണ് ഈ പോലീസിനെ നിയന്ത്രിക്കുന്നത്. ആ പോലീസിൻ്റെ കീഴിൽ ഈ അന്വേഷണം എത്ര സുതാര്യമായി നടക്കുമെന്നാണ് പൊതുസമൂഹം വിശ്വസിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ധാർമ്മികതയുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ, ഒരു CPMന്റെ ഉന്നത നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ധാർമ്മികത വെച്ചുകൊണ്ട് അദ്ദേഹം പുറത്തു പോകണം, മാറി നിന്നിട്ട് അന്തസ്സായിട്ട് ഈ അന്വേഷണം നേരിട്ട് തിരിച്ചു വരണം. എന്തിനാണ് ഈ മന്ത്രി കസേരയിൽ കടിച്ചു തൂങ്ങി കിടക്കുക? ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയല്ലേ? എപ്പോഴും പറയാറുണ്ടല്ലോ പാവപ്പെട്ടവൻ്റെ പാർട്ടിയാണെന്നൊക്കെ. അങ്ങനെ പറയണവർ എന്തിനാണ് ഇതിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? അപ്പോൾ ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ച് നിന്നുകൊണ്ട് ഈ അന്വേഷണം നേരിടണം എന്നാണ് BJPക്ക് പറയാനുള്ളത്.